നാട്ടുമ്പുറത്ത് ജീവിക്കുന്ന ഒരാൾ, സ്ഥിരം വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഒരാൾ, മദ്യപിക്കുന്നില്ല, പുക വലിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ലൈഫിൽ ചിലപ്പം അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ, എന്നിട്ടും ക്യാൻസർ ബാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ക്രൈറ്റീരിയ ഒന്നുമില്ല. ഇത് എങ്ങനെയാണ് ഇത് വരുന്നത്? നമുക്കപ്പം ക്യാൻസറുകളുടെ കോസസ് നോക്കിക്കഴിഞ്ഞാൽ 2 ടൈപ്പ് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്, മറ്റേത് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്. നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾറെഡി ദെയർ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന് പ്രായം. ഇപ്പോൾ കേരളത്തിൽ ഇത്രയും ക്യാൻസർ കൂടുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം കേരളത്തിലെ ഏജിങ് പോപ്പുലേഷനാണ്. നമ്മളുടെ നാട്ടിൽ ചെറുപ്പക്കാരൊന്നുമില്ല, പ്രായമായവരെല്ലാം അല്ലേ, നമ്മൾ കേരളത്തിനെ പറ്റി പൊതുവേ പറയുന്നൊരു സംഭവമാണ്, പ്രായമായവർ കൂടിക്കൂടി വരികയാണ്. അപ്പം ഏജിങ് പോപ്പുലേഷൻ്റെ ഒരു റീസൺ നമ്മളുടെ ഹെൽത്ത് സെക്ടറിലെ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. നമ്മുടെ ലോഞ്ചിവിറ്റി കൂടി. പണ്ട് 50-60 വയസ്സിൽ മരിച്ചിരുന്നവർ ഇന്ന് വെൽ ഇൻ ടു 80s ദേ ആർ അലൈവ് ആൻഡ് വെൽ. പക്ഷെ അപ്പം ഏജ് ചെയ്യും തോറും നമ്മളുടെ ക്യാൻസറിനുള്ള റിസ്ക് കൂടുകയാണ്. കാരണം നമ്മൾ വയസ്സായി മരിക്കുന്നത് സെല്ല് ഏജിങ് കാരണം സെല്ലിലെ പ്രശ്നങ്ങൾ വന്നിട്ട് അസുഖങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സെല്ലിലെ ഈ അബ്നോർമൽ സെൽസ് ഉണ്ടാവാനുള്ള സാധ്യത പ്രായമാകുന്തോറും കൂടി വരുന്നു. അപ്പോൾ ക്യാൻസർ റിസ്ക് ഏജ് കൂടുന്തോറും കൂടുന്നു. അപ്പോൾ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല. അതൊരു നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടറാണ്. പിന്നെ ജെനറ്റിക്സ്. ജെനറ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ചില ജീനുകളുണ്ട്, നമുക്കറിയാം ഇത് പ്രശ്നക്കാരായ ജീനുകളാണ്. ഇപ്പോൾ BRCA1, BRCA1, BRCA2 എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ആഞ്ചലിന ജോളിയൊക്കെ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും അമ്മയുടെ സിസ്റ്റേഴ്സിനും ഒക്കെ ക്യാൻസേഴ്സ് പറഞ്ഞിട്ട് പോയി ബ്രസ്റ്റൊക്കെ നേരത്തെ നീക്കം ചെയ്തു. അപ്പോൾ അങ്ങനത്തെ ജനറ്റിക് ഹിസ്റ്ററി നമുക്ക് മനസ്സിലാവും. ഫാമിലിയിൽ അമ്മമാർക്കും അമ്മൂമ്മമാർക്കും അമ്മയുടെ സിസ്റ്റേഴ്സ് കസിൻസ് ഒത്തിരി പേർക്ക് ബ്രസ്റ്റ് മാത്രമല്ല യൂട്രസ് ഓവറിയൊക്കെ ക്യാൻസേഴ്സിൻ്റെ ഹിസ്റ്ററി കാണും. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബ്രസ്റ്റ് ക്യാൻസർ, ബ്രസ്റ്റ് യൂട്രസ് ആൻഡ് ഓവറിയൻ ക്യാൻസർ ആർ ലിങ്ക്ഡ്. ജനറ്റിക് ക്യാൻസർ സിൻഡ്രോംസിൽ അത് ലിങ്ക്ഡ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്യാൻസേഴ്സ് ഫാമിലിയിൽ കൂടുതലുണ്ടെങ്കിൽ യു ഷുഡ് ഗെറ്റ് യുവർ സെൽഫ് ടെസ്റ്റഡ്. ഇങ്ങനെ ഒരു ജനറ്റിക് എലമെൻ്റ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പം അങ്ങനെയാണെങ്കിലാണ് ഈ പ്രൊഫലാക്റ്റിക്കായിട്ട് ആഞ്ചലിന ജോളിയൊക്കെ ചെയ്തതുപോലെ യൂട്രസും ഓവറിയും ബ്രസ്റ്റും ഒക്കെ നീക്കം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഫാമിലിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ദാറ്റ് ഈസ് വൺ തിങ്. പക്ഷേ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ജീനുകളാണ്. ഇതല്ലാണ്ട് എത്രയോ ജനറ്റിക് മ്യൂട്ടേഷൻസ് ഉണ്ട് ക്യാൻസറിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ദോസ് ആർ നോട്ട് മോഡിഫയബിൾ. അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഉള്ളത് ഉണ്ടെന്ന് കണ്ടെത്തിയാൽ നേരത്തെ ഇതുപോലത്തെ പ്രൊഫൈലാക്റ്റിക് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മളുടെ ഈ ബ്രസ്റ്റ് ക്യാൻസറൊക്കെ നമുക്ക് ഈസ്ട്രജൻ സെൻസിറ്റീവ് ക്യാൻസേഴ്സാണ്. അതായത് അതുകൊണ്ടാണല്ലോ സ്ത്രീകൾക്ക് കൂടുതൽ വരുന്നത്. ഫീമെയിൽ ഹോർമോണാണ് അതിന് ഒരു കാരണം. അപ്പോൾ ഫീമെയിൽ ഹോർമോൺ കൂടുതലായി ശരീരത്തിൽ ഉള്ള ഒരവസ്ഥ. അതായത് ഇപ്പോൾ നമുക്ക് എപ്പോഴാണ് ഈസ്ട്രജനൊക്കെ ഉണ്ടായി തുടങ്ങുന്നത്? പീരീഡ് ആവുന്ന കാലം തൊട്ട്. അപ്പോൾ വളരെ നേരത്തെ പീരീഡ് ആയൊരു കുട്ടി, ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ കുട്ടികൾക്ക് പണ്ട് 13 വയസ്സിലൊക്കെ ആയിരുന്നു പീരീഡ്, ഇപ്പോൾ കുട്ടികൾക്ക് 9 വയസ്സിലൊക്കെ ആകുന്നുണ്ട്. അപ്പോൾ ഏർലി മെനാർക്കി, നേരത്തെ പീരീഡ് ആവുക, എന്നിട്ട് ആ പീരീഡ് നിൽക്കാൻ വൈകുക. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ അമ്മമാർക്കൊക്കെ 45-48 വയസ്സിലൊക്കെ നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ ആർക്കും ആ സമയത്തൊന്നും നിൽക്കുന്നില്ല. 54-55 വയസ്സ് വരെയൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് മെനോപോസിന്. അപ്പോൾ ഇത്രയും നാൾ ഈസ്ട്രജൻ്റെ ഇഫക്റ്റ് ബ്രസ്റ്റിൽ വരികയാണ്. ഏർലി മെനാർക്കി ആൻഡ് ലേറ്റ് മെനോപോസ് അതൊരു റിസ്ക് ഫാക്ടറാണ്. പിന്നെ കുട്ടികളുണ്ടാവാത്ത സ്ത്രീകൾ, കുട്ടികൾ അപ്പോൾ ഇടയിൽ പ്രഗ്നൻസി ഒന്നും ഇല്ല, അങ്ങനെയൊക്കെ വരുമ്പോഴും ഇതുപോലെ ഈസ്ട്രജൻ്റെ ഇഫക്റ്റ് കൂടുതലാവുന്ന ബ്രസ്റ്റിൽ. പിന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാത്ത സ്ത്രീകൾ, കുട്ടികളുണ്ട് പക്ഷേ ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ടില്ല, ഇതൊക്കെ റിസ്ക് ഫാക്ടേഴ്സാണ്. പിന്നെ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നതിലാണ് നമ്മളെ ലൈഫ് സ്റ്റൈൽ വരുന്നത്. ഒബേസിറ്റി എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലെ ഫാറ്റിൽ നിന്നുമാണ് ഫീമെയിൽ ഹോർമോൺ ഈസ്ട്രജൻ ഉണ്ടാകുന്നത്. ഫാറ്റ് കൂടുതലാണെങ്കിൽ ഈസ്ട്രജൻ കൂടുതലുണ്ടാകുന്നു. അപ്പോൾ ഈസ്ട്രജൻ കാരണമുള്ള ക്യാൻസേഴ്സും അസുഖങ്ങളും കൂടുതലുണ്ടാകുന്നു. അപ്പോൾ ഒബേസിറ്റി ഈസ് എ ബിഗ് റിസ്ക് ഫാക്ടർ. പിന്നെ പറഞ്ഞത് സ്മോക്കിംഗ്, ആൽക്കഹോൾ, ദിസ് ആർ ഓൾ റിസ്ക് ഫാക്ടേഴ്സ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇപ്പം ലാക്ക് ഓഫ് എക്സസൈസ്, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അധികം അനങ്ങാതെ എക്സസൈസുകളൊന്നും ഇല്ലാത്ത ആൾക്കാർ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാം അല്ലേ. നമുക്ക് വണ്ണം കുറയ്ക്കാം, സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ കൺസംഷൻ നിർത്താം, എക്സസൈസ് ചെയ്യാം, ഇതൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാം. ഇതൊക്കെ നമ്മളുടെ കയ്യിലുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം വി ക്യാൻ ഓൺലി ബി വിജിലൻറ്റ്, വി ക്യാൻ ലുക്ക് ഫോർ ദീസ് ക്യാൻസേഴ്സ്, വി ക്യാൻ സ്ക്രീൻ ഫോർ ദീസ് ക്യാൻസേഴ്സ്.